എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പൊന്നാങ്കണ്ണി ചീര തോരൻ ഉണ്ടാക്കാം. ഞാനൊരു ചെടിച്ചട്ടിക്കകത്ത് കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായി കിളിച്ച് വന്ന് ഞാനൊരു 2-3 തോരൻ പല തവണയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുറേശ്ശെ ഞാൻ പല ചട്ടിയിലാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ആവശ്യമുള്ള ചീര കട്ട് ചെയ്തെടുക്കാം. വീണ്ടും ഇതങ്ങ് പൊട്ടിക്കിളിച്ച് ചട്ടി നിറയെ ആകും. അങ്ങനെ ചീര ഞാൻ ആ ചട്ടിക്കകത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു തോരനുണ്ട്. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാം. ചീര ഞാനങ്ങനെ പല ചട്ടികളിലാക്കി നട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ചീര നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം. ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് കണ്ണിന് നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് തുടർച്ചയായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പകൽ നക്ഷത്രം നന്നായി കാണുമെന്നാണ് പറയുന്നത്. മുരിങ്ങയില പോലെ നല്ല ഗുണമുള്ള ഒരു ചീരയായി ഇത് പൊന്നാങ്കണ്ണി ചീര. അതേപോലെ തന്നെ ഒരു പഴയ ബക്കറ്റിനകത്ത് ഞാൻ പൊന്നാങ്കണ്ണി ചീരയുടെ 2 തണ്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്താണ് ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ബക്കറ്റിനകത്തായതുകൊണ്ട് കുറച്ച് ചകിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ. ചാണകവും വെള്ളവും മതി ഇതിൻ്റെ വളം, അല്ലാതെ വേറെ ഒന്നും വേണ്ട. നന്നായി കിളിച്ച് വരും. നമുക്ക് ഡെയിലി തോരനുണ്ടാക്കി കഴിക്കാം. ചീര അരിഞ്ഞ് വെച്ച് ഇനി അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി, മുളക്, കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ നല്ലപോലെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. ചതച്ച് കൊണ്ടുവന്ന അരപ്പ് ചീരയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തോരനകത്ത് ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു സവാളയും 2 പച്ചമുളകും എടുത്ത് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരക്കൂട്ടം കൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തോരന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. പൊന്നാങ്കണ്ണി ചീരത്തോരൻ റെഡി. സൂപ്പറല്ലേ? ഓക്കെ, ഇത് ബാച്ചിലേഴ്സിന് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ചീര അരിയുന്നൊരു താമസമേ ഉള്ളൂ. പെട്ടെന്ന് റെഡിയാക്കി കഴിക്കാൻ പറ്റിയൊരു തോരനാണ്.